പ്രാർത്ഥന കേട്ടതുകൊണ്ട് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വളരെ ആഴമേറിയ പഠനങ്ങൾ ഓരോ ആഴ്ചയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഈ വെളിപ്പാട് പുസ്തകം നമ്മളോട് ചേർന്ന് പഠിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ മുഴുവൻ വെളിപ്പാട് പുസ്തകം മൊത്തം തീർന്നിട്ട് വേണം യൂട്യൂബിനകത്ത് വെളിപ്പാട് പുസ്തകമെന്ന് പറഞ്ഞ് ഒരു പേജ് ഉണ്ടാക്കി അതിനകത്ത് ഈ ഓരോ ആഴ്ചയും നടന്ന ശുശ്രൂഷകളുടെ വിവരണം ഓരോന്നോരോന്നാക്കി ഇടുവാനായിട്ട്. വേദപുസ്തക പഠനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം മാറ്റിമറിക്കുന്ന ഒന്നാണ് വചന പഠനം. എല്ലാറ്റിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അല്പനേരത്തെ ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28ഉം 29ഉം വാക്യങ്ങൾ, വളരെ പരിചിതമായ 2 വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. സ്തോത്രം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28, 29 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം ഒരു ജനതയെ നോക്കിക്കൊണ്ട് പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. എന്നോട് കേട്ട് എന്നോട് നിങ്ങൾ പഠിക്ക്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ മത്തായി സുവിശേഷം 10-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് 10-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. എന്നിട്ട് അവരോട് പറയുകയാണ്, സ്തോത്രം, ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തേച്ച് പറയാം, നിങ്ങൾ ജാതികളുടെ ഇടയിൽ പോകാതെ, ശമരിയ പട്ടണത്തിൽ കടക്കാതെ, ഇസ്രായേലിൽ കാണാതെ പോയവരുടെ അടുക്കലേക്ക് നിങ്ങൾ പോകണം. പോകുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കേണ്ട സബ്ജക്റ്റ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുമെന്ന് പ്രസംഗിക്കുക. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് ഘോഷിപ്പിക്കുക. മതി. നിങ്ങൾ രോഗികളെ കണ്ടാൽ സൗഖ്യമാക്കണം. ഏത് പട്ടണത്തിലേലും ചെന്ന, ഏത് വീട്ടിലേലും ചെന്നാൽ അവിടെ വന്ദനം പറയണം. എന്നിട്ട് അവരുടെ ചെന്നായിക്കടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നൊക്കെ 10-ാം അധ്യായം വിവരിക്കുകയാണ്. എന്നിട്ട് മനുഷ്യനെ ഭയപ്പെടരുതെന്ന് പറയുകയാണ്. ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടരുത്, ദേഹിയും ദേഹത്തെയും കൊല്ലാൻ കഴിവുള്ള ദൈവത്തെ ഭയപ്പെടണം എന്നെല്ലാം 10-ാം അധ്യായത്തിൽ പഠിപ്പിച്ച് കഴിഞ്ഞ് 10-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ശിഷ്യന്മാരെല്ലാം പട്ടണങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് സ്നാപക യോഹന്നാൻ ജയിലിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ സ്തോത്രം കുണ്ടറയിൽ കിടക്കുക, ഇരുമ്പഴികൾക്കകത്ത് കിടക്കുകയാണ്. യോഹന്നാൻ ഒരാളെ വിട്ട് ചോദിച്ചു, വരുവാനുള്ളവൻ നീയാണോ, അപ്പോൾ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ? അന്നേരം യേശു കൊടുത്ത മറുപടി, ദൈവത്തിന് സ്തോത്രം, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനോട് ചെന്ന് പറ. അന്നേരം അവന് മനസ്സിലാകും വരാനുള്ളവൻ ഞാനാണ്. ഈ വിവരണം താഴോട്ട് വന്നു കഴിയുമ്പം ഈ ശിഷ്യന്മാർ, യോഹന്നാന്റെ ശിഷ്യന്മാർ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പം യേശുക്രിസ്തു പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഈ ചെറിയവനോ യോഹന്നാനിലും വലിയവൻ. പുതിയ നിയമസഭയെ നോക്കിക്കൊണ്ട് പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, എന്നാൽ ഈ ചെറിയവനോ യോഹന്നാനിലും വലിയവൻ. എന്നിട്ട് പറയാം, യോഹന്നാന്റെ കാലം മുതൽ ചിലർ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചെന്ന് പറഞ്ഞ് യോഹന്നാനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ട് ജനങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഉള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. ഈ സർവശക്തനായ ദൈവം ബൈബിളിനകത്ത് മനുഷ്യന് അധ്വാനിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്തുവാണ്?
മനുഷ്യൻ എന്ന് പ്രശ്നം തുടങ്ങിയോ അവൻ്റെ അധ്വാനം നിർത്തിയപ്പോൾ ആ മനുഷ്യന് പ്രശ്നം തുടങ്ങി. ഇപ്പൊ സർവ്വരോഗവും ഈ ഭൂമി കയറാൻ കാരണം എന്തോ? അധ്വാനം നിർത്തി. രാവിലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പണ്ടൊക്കെ രാവിലെ ഒരു വീട്ടമ്മ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് കടുങ്ങാപ്പിയിട്ട് കുടിക്കുകയല്ല, ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ചൂലും എടുത്തോണ്ടാണ് വരുന്നത്. അടുക്കള തൂത്തു, ഓടി നടന്ന് മുറ്റം തൂത്തു, എന്നിട്ട് തലേന്നത്തെ കഴിച്ച പാത്രമെല്ലാം കൂടെ കൊണ്ട് കണ്ടുംപാദത്തിലോട്ട് ഇട്ട് കുത്തിയിരുന്നൊരു കഴുകും. മിണ്ടുന്നില്ല. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. ഒക്കെ നടത്തി മുറ്റമെല്ലാം തൂത്ത് പെട്ടെന്ന് തുണിവാരി അങ്ങോട്ടിട്ടു. മീനെടുത്ത് വെള്ളത്തിലിട്ടു, ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു, പയറരിയാനിട്ടു. ഭയങ്കര ബഹളമാ. ഉച്ചയ്ക്ക് 12 വരെ ഒരു യുദ്ധകളാ. ആ അമ്മച്ചിക്ക് നടുവിന് വേദനയില്ല, കാലുവേദനയില്ല, പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. ഇപ്പം ബെഡ്റൂമിൽ നിന്ന് സ്വതന്ത്രം കിച്ചണിൽ പോകാൻ ഓട്ടോറിക്ഷ വിളിക്കുന്ന യുഗമായത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, എവിടെയാ പറ്റിയ കുഴപ്പം? രാവിലെ ഇച്ചിരി തേങ്ങ എടുത്ത് കല്ലിലോട്ട് വെച്ച് രണ്ട് കൊഴുകി പൊക്കി 2 ഇടിയും 2 ചലനവും നടക്കുമ്പം അങ്ങനെ ചെയ്ത് ആരുടെയും ഷോൾഡർ തേഞ്ഞിട്ടില്ല. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. കാലം എത്ര പുരോഗമിച്ചാലും അധ്വാനം മനുഷ്യനിൽ നിന്ന് മാറിയോ അവൻ പരാജയപ്പെടും. ബൈബിൾ തന്നേക്കുന്ന ഉപദേശത്തിലോട്ട് നമുക്ക് വരാം. 6 ദിവസം അധ്വാനിക്കണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. അല്ലാതെ 7 ദിവസവും അധ്വാനിക്കുമല്ല. ബ്രദറെ, ഞാൻ അങ്ങനെ 0 ആയിപ്പോയ പറയാം, 7-ാം ദിവസം അധ്വാനിക്കാൻ പാടില്ല. കാരണം പഴയ നിയമത്തിൽ അത് ശബത്താണ്. 6 ദിവസം അധ്വാനിക്കണം. ഇനി ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തപ്പോൾ പറഞ്ഞു എല്ലാ ദിവസവും പറക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാമേ, നമ്മുടെ ചില പ്രശ്നങ്ങൾ നമ്മുടെ പൊട്ട ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അപ്പിടി കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ. ദൈവം നോക്കിയേ, ലക്ഷക്കണക്കിന് ജനത്തിന് മന്ന കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ ഒന്നും ഉണ്ടാക്കിയില്ല. തമ്പുരാൻ ഓരോരുത്തവൻ്റെ വീട്ടുമുറ്റത്ത് പിടിച്ചു കൊടുത്തു. വെളുപ്പിനെ എഴുന്നേറ്റ് പറക്കുന്ന സൂസിക്ക് മന്ന ഉണ്ട്, 11 എഴുന്നേൽക്കുന്ന രമയ്ക്ക് മന്ന ഇല്ല. കാര്യം സൂര്യൻ ഒതുക്കുമ്പം മന്ന, ഇന്നത്തെ പിള്ളേർ ഒറ്റയെണ്ണം മന്ന തിന്നത്തില്ല. സകല വീടുകളിലും മന്ന കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോഴാണ് നമുക്ക് ഫ്രിഡ്ജൊക്കെ ഇറങ്ങി. അതിനു മുമ്പ് നമ്മൾ തലേന്നത്തെ ചോറ് പിറ്റേ ദിവസം കഴിക്കാൻ എന്താ ചെയ്യുന്നത്? പറ. ചോറ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കും. അങ്ങനെയല്ലേ? തെറ്റിയോ? ശരിയല്ലേ? അല്ലേ? തെറ്റിയോ? അങ്ങനെ ആരെങ്കിലും ഒരാളാണെന്ന് പറ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, ഇവിടെ നോക്കി, ഇന്ന് മന്ന ഇന്നത്തേക്ക് പറക്കണം, നാളത്തേക്ക് വെച്ചാൽ കൃമിക്കും. 6 ദിവസവും ഇടങ്ങഴി വീതം പറക്കണം. അവിടെ ഒരു ചങ്ങഴിയുണ്ട്, അതൊക്കെ പ്രസംഗിച്ചാൽ തീരത്തില്ല. എത്ര പറക്കിയ ലാഭത്തിലിട്ട ഇടങ്ങഴിയാ കാണും. മിണ്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു നാടി നമ്മളിവിടെ വെക്കുന്നത് നല്ലതാ. ഒരു കൊട്ട പറയിക്കൊണ്ട് വന്നിട്ടാൽ ഇടങ്ങഴിയാ കാണും. പക്ഷേ 6-ാം ദിവസം പറക്കുമ്പോൾ അനുവാദമുണ്ട് 2 ഇടങ്ങഴി. അപ്പൊ ഞാൻ ചോദിക്കുക, നിറവറയുടെ അരി വാങ്ങിച്ചാലും, അരിയുടെ പേര് പറ, പവിഴം വാങ്ങിച്ചാലും, നിർമ്മല് വാങ്ങിച്ചാലും, സുമതി വാങ്ങിച്ചാലും, ഏത് വാങ്ങിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കോട്ടയത്ത് അരി അടുപ്പത്തിട്ടാലും, തൃശ്ശൂരിട്ടാലും, അമേരിക്കയിലിട്ടാലും, കേരളത്തിലിട്ടാലും, വെള്ളത്തിലിട്ടാലും രാവിലെ തണുപ്പുള്ള കാര്യമല്ല പറയുന്നത്. ചോദ്യം, രാവിലെ പറക്കുന്ന മന്ന പിറ്റേന്നത്തെ വെച്ചാൽ കൃമിച്ചു. പക്ഷേ 6-ാം ദിവസം കൃമിക്കുകയില്ല. ഇതെന്നാ നിയമമാണെന്ന് എനിക്കറിയത്തില്ല. ദൈവം പറഞ്ഞു ഒരു പൊൻപാത്രത്തിൽ ഇടങ്ങഴി എടുത്തിടാൻ പറഞ്ഞു. അത് ഇന്ന് വരെ ക്രമിച്ചിട്ടില്ല. ഇതെന്നാ സിസ്റ്റം? അതുകൊണ്ടാ നമ്മളാരും ചിന്തിച്ചതല്ല ബൈബിളിലെ സിസ്റ്റം. അപ്പം 6 ദിവസം രാവിലെ പറക്കണം, 6-ാം ദിവസം 2 ഇടങ്ങഴി പറക്കണം. അതെന്തിനാ? 7-ാം ദിവസം സ്വസ്ഥതയാ. ഗതികേട് മാറുന്ന കാര്യമാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ 7-ാം ദിവസം എന്തുവാ? സ്വസ്ഥമാ. ഇനി പഴയ നിയമത്തിൽ ശബത്തിനൊരു നിയമമുണ്ട്. യെശയ്യാ പ്രവാചകനെ ഒന്ന് എടുത്തേ. അധ്വാനം ഒന്ന് ഭാവത്തിലോട്ട് വരുവാന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, സ്തോത്രം, 58-ാം അധ്യായം 13-ാം വാക്യം. ശബത്താ പറയുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം.
58:13. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ നിന്റെ കാര്യാദികൾ നോക്കരുത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിച്ച് പറയുന്ന നീ വിശുദ്ധ ദിവസം നിന്റെ കാര്യാദി നോക്കരുത്. പിന്നെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ചു. ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോവോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുവോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. നീ യഹോവയിൽ കറങ്ങുമെന്നല്ല, പ്രമോദിക്കും. നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും, ബാക്കി പറ, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. അപ്പം ശബത്ത് പഴയ നിയമത്തിൽ കൊടുത്തപ്പം പറഞ്ഞു, ഇത് നിങ്ങൾ തള്ളിക്കളയരുത്. ഈ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയില് ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല. യേശു ശിഷ്യന്മാരും കൂടെ പോയപ്പം കതിര് കഴിച്ച സമയത്ത് അവർ ചോദിച്ചു, ഈ ശബത്തില് ഇതൊന്നും ചെയ്യുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണോ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഭൂമി വന്നത് ശബത്ത് തീരാൻ പോവുക, ഉയർപ്പിൻ പ്രഭാതം വരാൻ പോവുക. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ ശബത്ത് തീർന്നു. ഹല്ലേലൂയ. ഇനി പുതിയ നിയമത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. എബ്രായ ലേഖനം എടുത്തേ, 10-ാം അധ്യായം എടുത്ത് 24-ാം വാക്യം. ഇനി ഞാൻ ദൂതിലോട്ട് വരുവാണ്. സ്തോത്രം. 10-ാം അധ്യായം 24-ാം വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അപ്പൊ കൃപായുഗത്തി വന്നപ്പോ എന്തുവായി? സഭായോ, അതായത് ഉയർപ്പിൻ പ്രഭാതം. യേശുക്രിസ്തു എപ്പോഴാ ഉയർത്തെഴുന്നേറ്റെ? ഞായറാഴ്ച. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ അങ്ങനെയാണ് ഇതെന്താണ്? ഉയർപ്പിൻ പ്രഭാതം. ഇന്ന് ഞായറാഴ്ച എന്താണ്? ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അടുത്തിരിക്കുന്ന തൊട്ട് ചിലർ ചെയ്യുന്ന പോലെ നീ ചെയ്യല്ലെന്ന് പറ. ചിരിച്ചുകൊണ്ട് പറ. പുറകെ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ച മുടക്കിയോണ്ടാണോ പറയാത്ത? ഒന്ന് പറ. ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. കർത്താവിന്റെ വരവ് അടുക്കുന്നതോടുകൂടെ അത് അധികമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കഴിഞ്ഞ എൻ്റെ കൂടെ കോട്ടയത്തൂടെ വരണമെന്നാ. അല്ലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ തിരുവനന്തപുരത്ത് പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് എന്നാ മിണ്ടാത്ത. അത് അധികമായിട്ട് ഒന്നിനു പോലും വരുന്നില്ല പാസ്റ്റേ. ആ മാസത്തിൽ 2 ഹാജരാ ഞങ്ങൾക്കുള്ളേ. അതുകൊണ്ടാണ് ഈ ദൈവത്തെ പ്രമോദിക്കാൻ വയ്യാതെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. ഞാൻ 30 വർഷമായി കർത്താവിനെ കണ്ടിട്ട് 3 സഭായവും മുടക്കി. 1 എൻ്റെ അറിവില്ലായ്മ. 2 സ്തോത്രം, ഞാൻ എൻ്റെ ഒരു ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. 3 ഒരാശുപത്രിയിലായിരുന്നു ഒരാഴ്ച. അത് 2023 സ്തോത്രം. എനിക്ക് ഇതുപോലൊരു സങ്കടം വേറെയില്ല. 3 മുടക്കത്തുള്ളൂ, മരിക്കുന്നതെ വരെ മുടക്കത്തുള്ളൂ എന്നുള്ള തീരുമാനമാണ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഒരു 3 സഭായവും കൂടി ഒരു സന്തോഷമില്ല എനിക്ക്. ഒന്നേലും കൂടി സന്തോഷിക്കുക. അപ്പം നമുക്ക് വാക്യത്തിലോട്ട് വരാം. ഈ അതല്ല ഇവിടുത്തെ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ ഒരു മനുഷ്യന് അധ്വാനിക്കണം. എത്ര ദിവസം അധ്വാനിക്കാൻ തന്നേക്കുന്നത്? 6 ദിവസം. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് 7-ാം ദിവസം ഇന്ന് സ്വസ്ഥമായിട്ടൊക്കെ വന്ന് വിശ്രമിക്കാനല്ല, സ്വസ്ഥമായിട്ടിരുന്ന് കർത്താവിനെ ആരാധിക്കണം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എത്ര അധ്വാനിച്ചിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്ന ഒരവസ്ഥ. ഞാൻ അവിടോട്ട് ഇന്നത്തെ ദൈവത്തിന്റെ സന്ദേശം കൊണ്ടുപോകുന്നത്. രാവയോളം അധ്വാനിച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ റിസൾട്ടിനകത്ത് ദൈവത്തിന് സ്തോത്രം, കർത്താവ് നിനക്ക് നല്ലൊരു റിസൾട്ട് തരുമെന്നാണ് ഇന്നത്തെ ദൂത്. ഇന്നത്തെ തലക്കെട്ടിട്ടുണ്ട്, നിന്റെ അധ്വാനത്തിനൊത്തൊരു ഫലം ദൈവം നിനക്ക് തരാനായിട്ട് പോവുകയാണ്. ഒരിക്കൽ നമുക്ക് വചനത്തിലോട്ട് തുടങ്ങാം. ഒരിക്കൽ കർത്താവിനോട് ഒരാൾ എന്ന് പരാതി പറയുന്നതാണ് പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം 5-ാമത്തെ വാക്യം. സ്തോത്രം. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. അധ്വാന ഫലം തരുന്നത് ആരാ? കർത്താവാ. നമ്മൾ എത്ര അധ്വാനിച്ചാലും ഫലം തരുന്നത് ആരാണ്? ഒന്ന് പറഞ്ഞ്, ആരാണ്? കർത്താവാ. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? നിങ്ങൾക്ക് അറിയാവുന്ന 127 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, കാണാതറിയാവുന്നതുകൊണ്ട് വായിപ്പിക്കാത്ത. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ. അപ്പൊ വീട് പണിയുന്ന ആരാ? യഹോവയാ. സ്വന്തമായിട്ട് വീടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കൊരു വീട് പണിതു തരണേ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ
വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ കിടന്ന് ഉറങ്ങിയാൽ തരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പം എത്ര അധ്വാനിച്ചാലും റിസൾട്ട് തരുന്നത് ആരാ? ദൈവമാണ്. എനിക്ക് ദൈവം തന്നൊരു ബോധ്യം, ഈ സഭായോഗത്തിൻ്റെ നടുവിൽ ആരുടെയൊക്കെയോ ജീവിതത്തിന് അധ്വാനത്തിൻ്റെ റിസൾട്ട്. ഓ ഹല്ലേലൂയ. നിന്റെ കുടുംബം നിന്ദിക്കപ്പെട്ട് കിടക്കുകയാണ്, ഇപ്പോൾ അപമാനിക്കപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ താമസിക്കാതെ നിന്റെ വീടിനകത്ത് നിന്റെ അധ്വാനത്തിന് തക്കയൊരു റിസൾട്ട്. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ സദൃശവാക്യത്തിൽ എപ്പോഴും വായിക്കുന്ന വാക്യമുണ്ട്, 10-ാം അധ്യായം 22-ാം വാക്യം, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും. അപ്പൊ അധ്വാനിച്ചാൽ നന്മ ഉണ്ടാകത്തില്ല, യഹോവയെ അനുഗ്രഹിച്ചാൽ നന്മയുണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, നീ 6 ദിവസം കടന്ന് അധ്വാനിച്ചോ, പക്ഷെ 7-ാം ദിവസം അധ്വാനിക്കാൻ പോകരുത്. 6 ദിവസം കൂടെ അധ്വാനിച്ച 7-ന്റെ അന്ന് പോകും. നമ്മൾ മിണ്ടുന്നില്ലല്ലോ. അപ്പൊ 6 ദിവസം അധ്വാനിച്ച 7-ാം ദിവസം എന്തോ വേണം? വെളുപ്പിനെ പോന്നേക്കണം ആരാധനയ്ക്ക്. അതിന്റെ കാരണം എന്താ? ഹല്ലേലൂയ. 6 ദിവസം അധ്വാനിച്ചതിന്റെ റിസൾട്ട് 7-ാം ദിവസം ദൈവം നിനക്ക് തരും. നമുക്ക് ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് വരാം. അപ്പോൾ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് റിസൾട്ട് കിട്ടിയില്ല എന്ന് കർത്താവിനോട് പരാതി പറയുന്ന ഭാഗത്തു നിന്നാണ് ചിന്ത തുടങ്ങുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് ചിന്ത ആരംഭിക്കാം. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കാൻ, ഇഷ്ടംപോലെ കഴിഞ്ഞ രാത്രി അധ്വാനിച്ചു. ഞങ്ങൾ ഒരിക്കല് ഇങ്ങനെ ശംഖുമുഖം കടപ്പുറത്ത് പോയ സമയത്ത് ഞങ്ങളൊരു കാഴ്ചയുണ്ട്. ഞങ്ങളിവിടെ രാവിലെ എനിക്ക് 9 മണി 9:30 വയസ്സ് അവിടെ ചെന്നപ്പം അവർ ഈ കുറെ ആൾക്കാർ ഈ കടലിൽ ഇട്ടേക്കുന്ന വല ഇങ്ങനെ വലിക്കുന്നവരുടെ ഭാഷയൊന്നും കൊള്ളത്തില്ല. അവര് നമുക്ക് കേൾക്കാൻ വയ്യാത്ത ഭാഷയാണ് പറയുന്നത്. പിന്നെ ചെവിയൊക്കെ പൊത്തി ഇങ്ങനെ മീൻ കാണണമെന്നുള്ള താല്പര്യത്തിൽ നിൽക്കുക. ഇങ്ങനെ വലിക്കുക. അപ്പൊ ഞങ്ങൾ കുറേ നേരം വലിച്ചപ്പോൾ ചേട്ടനോട് ചോദിച്ചു, കാര്യം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ കിട്ടുമെന്നാണ്. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചു, എപ്പോൾ തുടങ്ങിയ എന്ന് പറഞ്ഞാൽ രാവിലെ 7:30 തുടങ്ങിയ എപ്പോൾ വരും? 11:30 വരാൻ. കാര്യം ഇത് വള്ളത്തെ കൊണ്ടങ്ങ് ദൂരെ ഇട്ടേച്ച് വള്ളി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്ക് അവന്മാരെല്ലാം കൂടെ കിടന്ന് വലിയ വരാനായിട്ട്. അപ്പം മീന് കടലിൽ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അധ്വാനമാണ്. ഞാൻ കടലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, സ്തോത്രം, അവർ മീൻ പിടിക്കാൻ പോയ ആഴ്ചകൾ കഴിഞ്ഞാൽ മടങ്ങി വരും. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ഒരു റിസൾട്ടും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ അടുത്ത വാക്യത്തിലോട്ട് വായിക്കണ്ട, കർത്താവ് റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞ പടകിൽ അന്ന് രാവിലെ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവം ചിലതിനെ തടഞ്ഞാൽ നിനക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവം ചിലതിനെ റിലീസ് ചെയ്താൽ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ അതൊരു അടയാളം പോലെ തെളിഞ്ഞു നിൽക്കും. എനിക്കെന്തോ ദൈവം ബോധ്യം തരികയാണ്. ആരുടെയൊക്കെയോ കുടുംബങ്ങൾക്കകത്ത്, ആരുടെയൊക്കെയോ പടകിനെ നിറയത്തക്കവണ്ണം, ആരുടെയൊക്കെയോ ജീവിതത്തിൽ നന്മ വരത്തക്കവണ്ണം ദൈവം ചിലതിനെ ഈ ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ പോകുകയാണ്. എത്ര പേർക്ക് അത് ആമി ഏറ്റെടുക്കുവാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയാം, ഒത്തിരി വർഷം കൊണ്ട് സാമ്പത്തിക തലത്തിൽ അധ്വാനത്തിൻ്റെ മറുപടി കാണാൻ കഴിയാതെ കരയുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ചില ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനായിപ്പോയേ, ഞാൻ എന്താ ഇങ്ങനായിപ്പോയേ? നിന്റെ പരാതി ദൈവത്തോട് പറ. ആ പരാതിയുടെ പരിഹാരം ദൈവത്തിൽ നിന്ന് വരും. ഓ ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക. ഒരു വിശ്വാസം പറയാം അടുത്തിരിക്കുന്ന ആളോട്, ഒന്ന് കൈ കൊടുത്ത് വെച്ചോടാ, ഉടനെ നിനക്ക് ചില അധ്വാനത്തിന്റെ റിസൾട്ട് ഉണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ നോക്കിക്കേ, മാനുഷിക അധ്വാനം പൗലോസ് പറഞ്ഞ, ഞാൻ നിന്റെ വേലയിൽ അധ്വാനിക്കുന്നയാളാണ്. അപ്പൊ ദൈവദാസന്മാര് ദൈവവേലയിലും അധ്വാനിക്കണം, മടിയന്മാരാകരുത്, അധ്വാനിക്കുന്നവരായി തീരണം. അപ്പൊ ഒന്നാമത്തെ ദൂത്, അധ്വാനത്തിൽ റിസൾട്ട് കാണുന്നില്ലെങ്കിൽ ദൈവത്തോട് പറ, അതിന് പരിഹാരം ദൈവം ഉണ്ടാക്കി തരാൻ പോവുക. നമുക്ക് ഇച്ചിരി ഗഹനമായി ദൂതിലോട്ട് വരേണ്ടത് കൊണ്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് വരാം. എക്സോഡസ് ചാപ്റ്റർ 3:21. ഹല്ലേലൂയ. പെട്ടെന്ന് പോകണം, കാര്യം വലിയ ദൂതിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ഞാൻ മിസ്രയീമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും, നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. രണ്ടാമത് പുറപ്പാട് പുസ്തകത്തിലെ സാഹചര്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയം എന്ന നുകത്തിന്റെ കീഴിൽ കിടക്കുമ്പോൾ അവരുടെ അധ്വാന ഫലമെല്ലാം ഫറവോൻ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, സ്തോത്രം, നിന്റെ നന്മ ആര് പിടിച്ചു വെച്ചാലും അത് റിലീസ് ചെയ്യാൻ ദൈവത്തിന് കഴിയും.
എത്ര പേർക്ക് അതിന് ആമയും പറയും? ഒരു ജന്മം മുഴുവൻ അധ്വാനിച്ച നിന്റെ നന്മ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയെങ്കിൽ, കെട്ടപ്പെട്ടു പോയെങ്കിൽ, ആത്മാവ് നിന്നോട് പറയുക ഈ ദിവസങ്ങളിൽ അതിനെ റിലീസ് ചെയ്ത് നിന്നെ വെറും കൈയോടെ വിടാൻ ചിലർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അനുവദിക്കുകയല്ല. ഓ ഹല്ലേലൂയ! തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. ഇവിടെ ഇസ്രായേൽ മക്കളുടെ മുഴുവൻ അധ്വാനം ഇപ്പൊ എവിടെ കിടക്കുക? മിസ്രൈമിൽ കിടക്കുക. ഫറവോൻ തീരുമാനിച്ചിട്ടുണ്ട് വെറും കൈയോടെ വിടാൻ. ഞാനൊരു കാര്യം പറയാം, നിന്റെ ലൈഫിൽ ഫറവോന്റെ തീരുമാനമല്ല നടക്കുന്നത്, ദൈവത്തിന്റെ തീരുമാനമാണ് നടക്കുക. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? എനിക്ക് ദൈവം ബോധ്യം തരികയാണ്, വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ചില നന്മകള് ഒഴുകി വരുന്ന വെള്ളത്തിന് മതില് കെട്ടി തടയുന്നത് പോലെ നിന്റെ നന്മകളെ തടഞ്ഞു നിർത്തിയ ഏതൊരു ദുഷ്ടശക്തികളും, ഓ ഹല്ലേലൂയ, ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ നീ വിളിച്ചു പറയണം, നിന്റെ ബ്ലോക്കായി കിടക്കുന്ന നന്മ, ബ്ലോക്കായി കിടക്കുന്ന യാത്ര, നീ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളെ ആര് തടഞ്ഞു വെച്ചാലും, ഓ മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒന്ന് രണ്ട് മിനിറ്റുകൾ കർത്താവിന് ഒരു ആരാധന കൊടുത്തേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ 2024 നിന്റെ നന്മ റിലീസാകും. നോക്കിയേ, ഫറവോൻ വെറും കൈയോടെ വിടാൻ തീരുമാനിച്ചു. പക്ഷെ വേദപുസ്തകം പറയുന്നു, വെള്ളിയോടും പൊന്നിനോടും കൂടെ ഞാൻ അവരെ പുറപ്പെടുവിച്ചു. ഇന്ന് പകൽ ശത്രു പറയുകയാണ് വെറും കൈയോടെ വിടുമെന്ന്. ദൈവം പറയുക, അല്ല, നീ അധ്വാനിച്ചതിന് തക്ക മറുപടി. ഓ, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, പിതാക്കന്മാരുടെ കാലം തൊട്ട് നിനക്ക് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചത് ചില ഫറവോന്മാർ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അധ്വാനത്തിന്റെ റിസൾട്ട് നിന്റെ കുടുംബത്തിലേക്ക് റിലീസ് ചെയ്തു തരാൻ. ഓ മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നും കടബാധ്യത, എന്നും ഞെരുക്കം, എന്നും ഇടുക്കം, എന്നും ദാരിദ്ര്യം. ഓ ദൈവത്തിന് സ്തോത്രം. നല്ലൊരു വീട് വെക്കാൻ പറ്റുന്നില്ല, ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റുന്നില്ല, ദൈവവേലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു കൺവെൻഷൻ നടത്താൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ നിന്റെ നന്മയെല്ലാം ഏതോ ശക്തി പിടിച്ചു വച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, എനിക്ക് ദൈവം തന്നൊരു ബോധ്യം പറയാം. സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ നിങ്ങളുടെ മേൽ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ വെളിപ്പെടുത്തി തരാം. കാളെ പൂട്ടുന്ന ഏലീശ നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ അത് ആ ഏലീശയ്ക്കകത്ത് ഇരട്ടി അഭിഷേകം ചുമക്കുന്ന ഒരു ആത്മമനുഷ്യനെ ദൈവം കണ്ടിട്ടുണ്ട്. ആടിനെ തിരുന്ന ദാവീദിനെ നിനക്ക് പരിചയമുള്ള ഒരു രാജ്യത്തിന്റെ ചെങ്കോല് പിടിക്കുന്ന ഒരു ദാവീദ് അവന്റെ അകത്തിരിപ്പുണ്ട്. ജീസസ്. അപമാനമേറ്റ യോസഫിനെ അറിയത്തുള്ളൂ. രാജ്യത്തിന്റെ രണ്ടാമനായി നിൽക്കുന്ന ഒരു യോസഫിനെ ദൈവത്തിന് കാണാം. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ കുടുംബാന്തരീക്ഷം മാറുവാൻ, നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറുവാൻ നിന്റെ നന്മയെ ആര് തടഞ്ഞു വെച്ചോ അത് യേശുവിന്റെ നാമം. ഓ ഹല്ലേലൂയ. റബ്ബന ഹഡബദര ബലബദ ബലബദ അബനദല ബദ ബലബദ ബലബദ. ഒരിക്കലൊരു ഫാമിലി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കാൻ വന്നത് അവരുടെ 1.5 ഏക്കർ സ്ഥലം വിൽക്കാനാണ് പ്രാർത്ഥിക്കാൻ വന്നത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, 1.5 ഏക്കർ സ്ഥലം വിൽക്കണം, 1.5 ഏക്കർ സ്ഥലം വിൽക്കണം, 1.5 ഏക്കർ സ്ഥലം വിൽക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ രീതി അങ്ങ് മാറിപ്പോയി. കർത്താവേ, 1.5 ഏക്കർ സ്ഥലം വിൽക്കാതിരിക്കുന്നതിനായി സ്തോത്രം, നന്മ വരുന്നതിനായി. ഞാനും ഓർത്തു, ദൈവമേ എന്തൊരു കാര്യമാണ് പറയുന്നത്, പ്രാർത്ഥിക്കാൻ. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഔട്ടായാലും പ്രശ്നം. ഞാൻ പിന്നെ പറഞ്ഞു, എൻ്റെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഇവരുടെ സ്ഥലം വിൽക്കണം, വിൽക്കാത്തതിനായി സ്തോത്രം, അതിനകത്ത് നന്മയുള്ള. അച്ഛൻ എന്നെ തോണ്ടിയിട്ടിരിക്കുക, ഭാഷ എന്തോ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, വിൽക്കാനാ ഞാൻ പ്രാർത്ഥിച്ചേ, പക്ഷെ പകുതിയായപ്പം എൻ്റെ ഇന്ന് കൺട്രോൾ പോയി. വിൽക്കാതിരിക്കുന്നതിനായി ഇനിയും ഭാഷ പ്രാർത്ഥിക്കണ്ട. അവരൊരു പോക്കങ്ങ് പോയി. ഞാൻ എന്തോ ചെയ്യാൻ? ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ. എനിക്കത് വിഷമമൊന്നും തോന്നി. കുറേ നാളൊക്കെ കഴിഞ്ഞപ്പം, ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പം, ഒരു ദിവസം കയ്യും കുപ്പിക്കൊണ്ട് വന്ന് എൻ്റെ അടുക്ക വന്ന് ഞാൻ ചോദിച്ചു, എന്തുവാ? വസ്തു വിൽക്കാത്തതിനായി സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും വേണ്ടണ്ട. അന്നേരം ഇവർ പണ്ട് പോയ കാര്യം ഓർത്തേ. ഞാൻ ചോദിച്ചു, എന്നാ? അതെ, ഞങ്ങളുടെ ഈ വസ്തുവിനപ്പുറത്ത് ഒരു ഷോപ്പിംഗ് മാളുകാർ വന്നു. അവര് പാർക്കിങ്ങിന് അവർക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം പാർക്കിങ്ങിന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നിട്ട് 50 ലക്ഷം അഡ്വാൻസും 5 ലക്ഷം റെന്റും ഉണ്ടെന്നില്ല. ഇപ്പൊ പറയാം വിൽക്കാത്തതിനായി സ്തോത്രം. ഞാൻ പറഞ്ഞു, ഒന്നും പറയണ്ട.
അപ്പം ഞാൻ പറയുന്നത്, നീ ചിന്തിക്കുന്ന ചില തടസ്സങ്ങൾ നിനക്ക് വന്നത് നിന്നെ തകർക്കാനല്ല, നിന്റെ എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അധ്വാന ഫലം പിടിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ തിരുവല്ലയിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഞാൻ പറയാം. ഈ തിരുവല്ലയിൽ തന്നെയുള്ള ഒരു ഫാമിലിയുടെ അനുഭവം പറയാം. അവർക്ക് തിരുവല്ലയുടെ ഹാർട്ട് ഓഫ് സിറ്റിയിൽ 70 സെന്റ് സ്ഥലമുണ്ട്. എത്ര ഉണ്ട്? 70 സെന്റ് സ്ഥലമുണ്ട്. അവരുടെ ബിൽഡിംഗ് സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് 40 സെന്റ് സ്ഥലത്തിന് ബിൽഡിംഗ് ഉണ്ട്. അവർ 13 ലക്ഷം രൂപ മാസം റെന്റ് വാങ്ങിക്കൊണ്ടിരിക്കുക. ഈ 70 സെന്റ് സ്ഥലം അവരുടെ ഫാമിലി മൊത്തം വന്ന് എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, വല്യപ്പന്റെ കാലം മുതൽ കേസാ. വല്യപ്പന്റെ കാലത്ത് കേസ്, അപ്പന്റെ കാലത്ത് കേസ്, ഇവന്റെ കാലത്ത് കേസ്, ഇവന്റെ മോൻ ഇപ്പൊ 25 വയസ്സുണ്ട്, അവന്റെ കാലത്തും കേസ്. കേട്ടോ, 80 സെന്റിനകത്തൊരു ബിൽഡിംഗ് പണിത 25 ലക്ഷം രൂപ മാസം റെന്റ് കിട്ടേണ്ടത് ഭൂതം നിധി കാക്കുന്നത് പോലും ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുക. മുഴുവൻ കുരുങ്ങി കിടക്കുക. ഞാൻ ദൈവത്തിന്റെ ഒരു ദൂത് നിന്നോട് പറയാം. ഇന്ന് നീ പ്രാർത്ഥനയിൽ നീ പോരാടുന്നെങ്കിൽ നിന്റെ നന്മയെ തടഞ്ഞു വെച്ചേക്കുന്ന ഏതു മേഖലയെന്നും ഇന്ന് ദൈവം. ഗ്ലോറി ടു ഗോഡ്. ഒരു ചോദ്യം, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട് ഇങ്ങനെ പോരാന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ഭവനം ഇങ്ങനെ പോരാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ വീട് ഇങ്ങനെ പോരാ, ഈ സഭ ഇങ്ങനെ പോരാ. എന്താ? പിടിച്ചു വെക്കുന്നതിനെ ഒക്കെ ദൈവം റിലീസ് ചെയ്തു തരണം. എവിടൊക്കെയോ നിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിന്റെ കുഞ്ഞിന്റെ ഭാവിയിലേക്ക് ഒഴുകേണ്ട നന്മ, നിന്റെ ലൈഫിലേക്ക് ഒഴുകേണ്ട നന്മ നിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് യേശുവിന്റെ ആത്മാവ് പറയുക, അത് റിലീസാകും. ഹല്ലേലൂയ. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എവിടൊക്കെയോ നിന്റെ അധ്വാന ഫലത്തെ തടഞ്ഞു വെച്ചേക്കുന്ന ഏതൊക്കെയോ സ്പിരിറ്റ്. ചില കണ്ടിട്ടില്ലയോ, ഭയങ്കര ഉന്നത വിദ്യാഭ്യാസം, അവർക്കുള്ളതിനകത്ത് സർട്ടിഫിക്കറ്റ് വേറെ ഒന്നും ആർക്കുമില്ല, പക്ഷെ ഒറ്റ ജോലി കിട്ടത്തില്ല. ഞാൻ ഈയിടെ നല്ല എഡ്യൂക്കേഷനുള്ള ഒരു പുള്ളിക്കാരനെ കണ്ടപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചേ, എവിടെയാ ജോലി എന്ന് പറഞ്ഞു. ഇന്ന സ്ഥലത്ത്. ഞാൻ ചോദിച്ചോ, അവിടെ ശമ്പളം കുറവാണെന്നല്ലോ, 12,000 രൂപ കിട്ടുന്നില്ല. എന്നാൽ 8ാം ക്ലാസ് പാസ്സാകാത്തവൻ 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നത് എനിക്കറിയാം. നമ്മൾ വിട്ടുന്നില്ലല്ലോ. ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, നിന്റെ അധ്വാന ഫലത്തെ എവിടോ തടസ്സപ്പെടുത്തിയേക്കുക. എനിക്ക് ദൈവം തന്നൊരു ബോധ്യം, ഇന്നത്തെ പ്രയറിൽ അത് റിലീസാകണം. യേശു പറയാ, എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. വചനം മറക്കരുത്. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. ബാക്കി പറ. പറയാങ്ങ ഒന്ന് പറ. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ കുടുംബത്തിനകത്തെ, നിന്റെ ഭവനത്തിന്റെ മുമ്പിൽ ശത്രു വടിച്ച സ്റ്റിക്കർ എന്ന് ഇളക്കണം. എന്നിട്ട് ഈ വചനം അവിടെ ഒട്ടിക്കണം. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്കറിയാം, ഈ ആരാധന തീരുന്നതിന് മുമ്പ് നിന്റെ തടഞ്ഞു വെച്ച, ബ്ലോക്ക് ചെയ്ത സകല ഞാനൊക്കെ ചില ആൾക്കാരുടെ ബ്ലോക്ക് പൊട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലൊരു ആൻറ്റിയുടെ 2 പിള്ളേർ, 3 പിള്ളേർ, ഞാൻ ഓർക്കുന്നില്ല, 3 പിള്ളേരും കൂടെ എന്നെ കാണാൻ വന്നു. അവരുടെ ഭർത്താവ് മിഡിൽ ഈസ്റ്റിൽ ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ ആക്സിഡന്റിൽ മരിച്ചുപോയി. ബോഡി ഇവിടെ കൊണ്ടുവരാനായിട്ട് അവരുടെ കമ്പനി പണമൊന്നും മുടക്കാഞ്ഞുകൊണ്ട് അവിടുത്തെ കേരള സമാജക്കാരെല്ലാം കൂടെ പിരിവെടുത്താണ് ബോഡി നാട്ടിൽ കൊണ്ട് നടക്കിയത്. കമ്പനി 10 പൈസ പോലും കൊടുത്തില്ല. അങ്ങനെ അവരൊരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നു. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്യാൻ പോലും പൈസയില്ല. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, ഇവരുടെ നന്മയെ ശത്രു തടഞ്ഞു വെച്ചേക്കുവാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തടയപ്പെട്ട് കിടക്കുന്ന നന്മ. അത് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഒരു സ്വന്തമായിട്ട് വീടില്ല, ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക കൊടുത്തിട്ട് 3 മാസമായി. 10 പൈസ കയ്യിലില്ല. കുഞ്ഞിൻ്റെ ഫീസ് അടച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം അവിടുത്തെ ഒരു സാറ അടച്ച്. സ്വതന്ത്രം. ഇനി നന്മ വരാൻ ഒരു വഴിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, നിങ്ങളുടെ തടസ്സപ്പെട്ട നന്മ റിലീസാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
അന്നേരം അവർക്കും ഇച്ചിരി ബോധമൊക്കെ വന്നു. ഞങ്ങൾക്ക് എന്തോ ഒരു കുരിപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പ്രാർത്ഥനയിൽ നീണ്ട ദിവസങ്ങൾ പ്രാർത്ഥനയിരുന്നു. പിന്നെ കുറച്ചു നാൾ അവരെ കണ്ടേയില്ല. പിന്നെ ഒരു പ്രാവശ്യം അവർ ഈ ചർച്ചിലോട്ടൊരു വരവ് വന്നു. ഇവിടെ തിരുവല്ലായിൽ വണ്ടിയൊക്കെ കൊണ്ടവിടെ പാർക്ക് ചെയ്തിട്ട് പിള്ളേരുടെ കൂടെ ചിരിച്ച് കളിച്ച്, ഞാൻ ഇവര് തന്നെയാണോ വല്ല മാറ്റവും? അവര് തന്നെ. ഒക്കെ കഴിഞ്ഞ് എൻ്റെ അടുക്കലോടോ ഞാൻ ചോദിച്ചു, കുറെ നാൾ കണ്ടില്ലല്ലോ, ഇവിടെ ഇല്ലായിരുന്നു, എവിടാ? അതെ, അന്ന് തടഞ്ഞു വെച്ച നന്മ റിലീസായി. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞേ. അതെ, അച്ചായൻ ആക്സിഡന്റിൽ മരിച്ച സമയം കഴിഞ്ഞപ്പോൾ ആ കമ്പനി വേറൊരു രാജ്യക്കാരെ ഏറ്റെടുക്കപ്പം പഴയ ഹിസ്റ്ററികളൊക്കെ തപ്പിച്ചെന്നപ്പം ആക്സിഡന്റ് ആയി മരിച്ച 3 പേരുണ്ട്. 2 പേര് നോർത്ത് ഇന്ത്യക്കാർ, ഒന്നൊരു മലയാളിയാണ്. നോർത്ത് ഇന്ത്യക്കാരൻ്റെ അഡ്രസ്സ് തപ്പിപ്പോയിട്ട് കിട്ടിയില്ല. മലയാളിയുടെ അഡ്രസ്സ് ഒരു ദിവസം രാവിലെ ഒരു ഇമെയിൽ വന്ന് കിടക്കുന്നു, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ. അവരങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും പാസ്പോർട്ട് കോപ്പി അയക്കാൻ പറഞ്ഞു. അവരുടെ എല്ലാം പാസ്പോർട്ട് കോപ്പി അയച്ചു. ആ ആൻറ്റിക്കും പിള്ളേർക്കും വിസ ഒന്നിച്ചു വന്നു. അവരെ ആ രാജ്യത്തേക്ക് അവർ കൊണ്ടുപോയി. സ്തോത്രം. 3 പിള്ളേരെ വിവാഹം കഴിച്ചയക്കാനും അവർക്ക് സ്ഥലം വാങ്ങിക്കാനും വീട് വെക്കാനും ബാങ്കിൽ ഇട്ടാൽ അതിന് ഇൻട്രസ്റ്റ് കൊണ്ടൊരു ജന്മം കഴിയാവുന്ന ഒരു എമൗണ്ട് കമ്പനി കൊടുത്തിട്ട് 3 പിള്ളേർക്കും ജോലി ഓഫർ ചെയ്തു. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഒന്നുമില്ലായ്മ ഞങ്ങൾ നിൽക്കുമ്പം ഞങ്ങളുടെ തടഞ്ഞു വെച്ച നന്മ റിലീസാക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞാൻ 1000 പേരുടെ അനുഭവത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാം, ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നന്മ എവിടെങ്കിലും ബ്ലോക്കായെങ്കിൽ നീ പ്രാർത്ഥിക്കണം, ഇന്നത് റിലീസാകണം. നീ ചിന്തിക്കും, നിന്നെ പിടിച്ചു വെക്കുന്ന ഒരു ഫറവോൻ ഉണ്ടെങ്കിൽ നിന്നെ വെറും കൊയ്യോട് അയക്കാത്തൊരു ദൈവമുണ്ട്. ഓ, തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുക. ഈ നമ്മൾ പറയും ഈ ഫറവോൻ ഭയങ്കര തന്ത്രശാലിയാണ്. കർത്താവ് അവന്റെ തന്ത്രങ്ങളെ പൊളിക്കാൻ കഴിയുന്ന തന്ത്രമുള്ളവനാണ്. ഒരാമയും വരുന്നില്ല. ഫറവോൻ പറഞ്ഞു, സ്തോത്രം, 4ാം തലമുറ ഇവിടുന്ന് പോകുമെന്ന. അതുകൊണ്ട് 4ാം തലമുറയിൽ ഒറ്റയാണ് ജനിക്കാൻ പാടില്ല. ദൈവം തീരുമാനിച്ച ആണ് ജനിക്കുകയും ചെയ്യും, നിന്റെ കൊട്ടാരത്തിൽ വളരുകയും ചെയ്യും. അതുകൊണ്ട് മിണ്ടുന്നില്ല. സാത്താന്റെ തന്ത്രമല്ല വലുത്, അതിനേക്കാൾ വലിയ പദ്ധതി ദൈവത്തിൻ്റെ ഉണ്ട്. ഞാൻ ഈ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളോട് പറയാം, നിന്റെ കുടുംബത്തിന് ചില ഡേറ്റ് സാത്താൻ എഴുതി വെച്ചാലും നീ പേടിക്കണ്ട, അത് പൊളിക്കുന്ന ഡേറ്റ് ദൈവം. ഈ മോശക്കുഞ്ഞ് കമന്ന് വീണതും മോശക്കുഞ്ഞ് മുട്ടയിൽ എഴുന്നേറ്റിരുന്നതും മോശക്കുഞ്ഞ് സ്തോത്രം മേശ പിടിച്ചോണ്ട് എഴുന്നേറ്റതും എല്ലാം എവിടെ വെച്ചാ? ഫറവോന്റെ കൊട്ടാരത്തിൽ വെച്ചാ. അപ്പ എന്ന് വിളിക്കുന്ന ആരെയാ? ഫറവോനെയാ. അപ്പ എന്ന് വിളിക്കുന്ന ആരെയാ? ഫറവോനെയാ. ഞാൻ എൻ്റെ ഭാവനെ പറയുക, ഫറവോൻ പൊട്ടും കടലയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മോശക്കുഞ്ഞ് ഇങ്ങനെ തത്തി വന്നപ്പോ ഇച്ചിരി കടൽ ഞെക്കി വായി വെച്ചു കൊടുത്ത് ദൈവം പറയാ, കൊടുക്കടാ. നിങ്ങൾ മിണ്ടുന്നില്ല. കൊടുക്കടാ. എന്താ? നീ വിടത്തില്ലെന്ന് പറഞ്ഞ ജനത്തെ വിടുവിക്കാൻ എഴുന്നേറ്റവനാ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പിടിച്ചു വെക്കുന്നൊരു കരമുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യും. വിശ്വാസം ഉണ്ടല്ലേ സ്തോത്രം ചെയ്യാവൂ. എനിക്കറിയത്തില്ല, ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അരാജകത്വം മാറാൻ, നിന്റെ ദാരിദ്ര്യം മാറാൻ, നിന്റെ പരാജയം മാറാൻ, നിന്റെ തകർച്ച മാറുവാൻ, നിന്റെ നന്മയെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. ചില വീടിന്റെ അന്തരീക്ഷം ഉടനെ മാറും, ചില സന്തതികളുടെ ഭാവി ഉടനെ മാറും. നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം നിന്റെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം. നിന്നെ വെറും കൈയോടെ വിടാൻ ശത്രു തീരുമാനിച്ചെങ്കിൽ ദൈവം തീരുമാനിച്ചു, സമ്മതിക്കത്തില്ല. വെള്ളിയോടും പൊന്നിനോടും കൂടെ അവരെ പുറപ്പെടുവിച്ചു. അപ്പം ഒന്ന് നിന്റെ നന്മ തടയപ്പെട്ട് കിടന്നു. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കാം, 6-ാം അധ്യായം എടുക്കാം. സ്തോത്രം, 5-6 വാക്യങ്ങൾ വായിക്കാം.
അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് ആ. വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. ആ. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. ആ. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ മക്കളെ ഏറ്റവും ക്ഷയിച്ചു. ഇവിടെ നശിപ്പിച്ച് കളയുന്നൊരു ശക്തിയാണ് മിദ്യാന്യ ശക്തി. എന്താണ് നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഈ ഫോൺ സാമിന് ഞാൻ കൊടുക്കുക, പറയുന്നേ ഉള്ളൂ, തരത്തില്ല. ഈ ഫോൺ എന്ത് ചെയ്യുക? സാമിന് കൊടുക്കുക. ഞാൻ വിളിച്ചില്ലെങ്കിൽ സാം വിളിക്കുന്നുണ്ടല്ലോ. ഞാനും സാമും ഈ ഫോൺ അനുഭവിക്കാതെ എൻ്റെ മുമ്പിൽ വെച്ച് ഈ ഫോൺ പൊട്ടിച്ചിതറിക്കളഞ്ഞാൽ സാമിനും ഗുണമില്ല, എനിക്കും ഗുണമില്ല. ഇതാണ് നിന്റെ കയ്യിലും എൻ്റെ കയ്യിലും വരേണ്ട പല അനുഗ്രഹങ്ങളും നിന്റെ കൺമുമ്പിൽ വെച്ച് നശിപ്പിച്ച് കളയുക. അത് രോഗത്തിൻ്റെ പേരിൽ, പലിശയുടെ പേരിൽ, ജപ്തിയുടെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ നിന്റെ കൺമുമ്പിൽ നശിപ്പിക്കുന്നെങ്കിൽ ഇന്ന് ആ സ്പിരിറ്റിനകത്തുനിന്ന് നിനക്ക് വിടുതൽ തരാൻ പറ്റുമെന്ന് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ചില കുടുംബങ്ങളെ നശിപ്പിക്കുന്ന വ്യാപാരം, വിശ്വാസം ഉണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ നന്മയെ നശിപ്പിച്ച് കളയുന്ന ഏതൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ആരുടെയൊക്കെയോ ലൈഫിൽ എന്തൊക്കെയോ അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവാ. ഒന്നുകൂടെ കയറി പറയാം, എന്താണ് അസാധാരണമായ കാര്യങ്ങൾ? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? റമന, എന്നോട് ഹോളി സ്പിരിറ്റ് പറയാ, തടഞ്ഞു വെച്ച കരം ഇന്ന് പൊട്ടിയേ പറ്റൂ. നിന്റെ നന്മയെ നിന്റെ കൺമുമ്പിൽ വെച്ച് നശിപ്പിക്കുന്ന ഓൻ അമേരിക്ക പോണം, ഒരു ഏജൻസി കൊണ്ട് 3 ലക്ഷം കൊടുത്തു, ഒരനക്കവും ഇല്ല, പാസ്പോർട്ടും പോയി. പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് രണ്ടാമത്തെ പാസ്പോർട്ട് എടുത്തു. അടുത്ത ഏജൻസിക്കാർ പറഞ്ഞു ഞങ്ങൾ 23 ദിവസത്തിനകം വിടും. സ്തോത്രം. ആദ്യം 5 ലക്ഷം കൊടുത്തു, പിന്നെ 10 ലക്ഷം കൊടുത്തു, ഇപ്പൊ 15 ലക്ഷം പോയി. പാസ്പോർട്ടും ഉണ്ട്, വീടും ജപ്തിയായി. കൺമുമ്പിൽ നശിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. നീ നോക്കി നിൽക്കുമ്പോൾ അതിനെ നശിപ്പിച്ച് കളയുക. യോബ് നോക്കി നിൽക്കുമ്പോൾ അവന്റെ നന്മ കൺമുമ്പിൽ കത്തുകാകണം. നോക്കി നിൽക്കുമ്പോൾ അവന്റെ നന്മയെ പിടിച്ചുകൊണ്ട് പോവുക. ഇത് ഇച്ചിരി ഗൗരവമായിട്ട് എടുക്കണം. പരിശുദ്ധാത്മ പറയാ, നാശം വിതയ്ക്കുന്ന സ്പിരിറ്റ് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകണം. നിന്റെ കൺമുമ്പിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന, കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന, ഉയർച്ചകളെ നശിപ്പിക്കുന്ന ആ ദുഷ്ടശക്തി, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അല്പം കൂടെ പ്രാർത്ഥിച്ച് കയറുന്നെങ്കിൽ, അല്പം കൂടെ പ്രാർത്ഥനയിൽ പോരാടുന്നെങ്കിൽ 2024 തന്നെ നിനക്കൊരു വഴി തെളിയാൻ പോവുക. യേശുവിന്റെ നാമത്തില് സിഗ്നൽ ഇല്ലാത്ത വഴി പോലെ, തടസ്സങ്ങൾ ഇല്ലാത്ത റൂട്ട് പോലെ നിന്റെ ലൈഫിൽ എന്തോ തെളിയാൻ കൺമുമ്പിൽ നശിപ്പിച്ച് കളയും. സ്തോത്രം. ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിക്കാം. അവിടെ വായിച്ച വർദ്ധിക്കാൻ പറ്റത്തുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 8-ാം വാക്യം വായിച്ചു. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. ദൈവം പറയുകയാണ്, ഇനിയും നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ശത്രു അപഹരിക്കത്തില്ല. ഇവിടെ അപഹരിക്കുന്ന ഒരു സ്പിരിറ്റാണ്. എനിക്കെന്തോ ദൈവാത്മാവ് ബോധ്യം തരിക. ഇന്ന് പ്രയർ കഴിയുന്നതിന് മുമ്പ് നീ എഴുതിയിട്ടോ, നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയതിന്റെ പിമ്പിൽ വ്യാപരിച്ച ശക്തി ഏതായാലും ഇന്ന് ആ ശക്തിയോട് ദൈവം ഫൈറ്റ് ചെയ്യാം. ഹല്ലേലൂയ. നിന്റെ കഴിവുകളെ ബന്ധിച്ച്, സമൃദ്ധികളെ ബന്ധിച്ച്, നന്മകളെ ബന്ധിച്ച്, ഉയർച്ചകളെ ബന്ധിച്ച് ശത്രു ബ്ലോക്ക് ചെയ്തെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാട് പറയാം. ആരെയൊക്കെയോ എവിടൊക്കെയോ കൊണ്ടെത്തിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ബന്ധപ്പെടുക. ഒന്നുകൂടെ പറയാം, ആരെയൊക്കെയോ, ലൈവിലായിരിക്കാം, ഇവിടെ ആയിരിക്കാം, എവിടൊക്കെയോ കൊണ്ടെത്തിക്കാൻ, ഈ അവസ്ഥയിൽ നിന്ന് മോചനം തരാൻ, ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം തരാൻ, ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ തരാൻ പരിശുദ്ധാത്മാവ് ഈ ആരാധനയെ ബന്ധപ്പെടുക. മനസ്സിലാക്കുന്നവരെ സ്തോത്രം ചെയ്യാവൂ.
യേശുവിൻ്റെ നാമത്തില് ഞാനൊരു വെളിപ്പാട് ആത്മാവിൽ കാണുക. നിനക്ക് നേരെ പൊങ്ങിയ ചില കരം ഇന്ന് നിന്റെ മേൽ നിന്ന് മാറും. ജീസസ് എന്ന് പറഞ്ഞ മനസ്സിലായോ? വർഷങ്ങളായി നിന്റെ നന്മയുടെ മേൽ വെച്ച ചില കൈ ഇന്ന് യേശു എടുത്തു മാറ്റും. നിന്റെ അധ്വാന ഫലം നിന്റെ മേൽ വരാൻ പോവുക. അത് വിശ്വാസ കണ്ണാൽ കാണ്. യേശുവിന്റെ നാമത്തില് ഒരു വിടുതലിലേക്ക് ഈ ആരാധന പോകട്ടെ. ഒരു വിടുതലിലേക്ക് ഈ ജനം പോകട്ടെ. ഒരു വിടുതൽ. യെസ്. എത്ര വർഷമായി ഒരു വിഷയത്തിന്റെ മുമ്പിൽ നീ തടസ്സം അനുഭവിക്കുക? നിനക്ക് ആഗ്രഹമുണ്ടോ ഇന്ന് റിലീസാകാൻ? നിനക്ക് ആഗ്രഹമുണ്ടോ ദൈവം അതിനകത്ത് ഇടപെടാൻ? നിനക്ക് ആഗ്രഹമുണ്ടോ ദൈവം ആ വിഷയത്തിൽ പ്രവർത്തിക്കാൻ? നിന്റെ വീട് ഇങ്ങനെ പോകേണ്ടതല്ല. ഇങ്ങനെ പോയാൽ നീ പരസ്യ കോലമാകും. എന്നോട് ദൈവം പറയാ, അല്ല, നിന്നെ വെറും കൈയോടെ വിടത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഒരു 5 മിനിറ്റോടെ നിങ്ങൾ ശ്രദ്ധിച്ച്, എനിക്ക് ഹോളി സ്പിരിറ്റ് ഒരു നിയോഗം തരികയാ. ജീസസ്, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു തീർത്തോട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 62-ാം അധ്യായം 8-ാം വാക്യം. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കത്തില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയില്ല. അന്യജാതിക്കാർ കൊണ്ടുപോകത്തില്ല എന്ന് യഹോവ തന്റെ വലം കൈയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. ദൈവം നീയുമായിട്ട് ഒരു ഉടമ്പടിയിൽ വരാൻ പോവാ. എന്താ കാര്യം? ഇനിയും നിന്റെ നന്മ ശത്രു കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തരാം. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം കൂടി എടുത്തേ, 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അവർ വീടുകളെ പണിയും. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിയുക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. എന്ന് വരത്തില്ല. അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. വരത്തില്ല. എന്റെ ദൈവം പറയാ, സ്ഥിതി മാറാൻ പോവുക. നീ പണിത നീ അവിടെ പാർക്കും. നീ നട്ടാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നിന്റെ നന്മ എവിടെ ബ്ലോക്കായോ ഇന്നത്തെ പ്രാർത്ഥനയിൽ പറയണം, അത് റിലീസാകും. അധ്വാനിക്കുന്നവരെ എൻ്റെ അടുക്കലേക്ക് വാ. രണ്ടാമത്തെ ദൂത്, ഭാരം ചുമക്കുന്നവർ. എന്താണ് ഭാരം? ചില നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരങ്ങ് എപ്പോഴും നെഞ്ചത്തൊരു വലിയ കല്ലുരുട്ടി വെച്ച പോലെ അവർ നടക്കുന്നു. അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയം പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അത് കുടിച്ചിട്ട് എന്തുവാ കാര്യം? കൊച്ചിന്റെ കല്യാണം നടന്നില്ല, അത്രയും. കർത്താവ് എബ്രായ ലേഖനം പഠിപ്പിക്കുന്ന ഒരു ദൂതുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിടണം. ചിലര് പാപം വിടും, എന്ത് വിടത്തില്ല? ചിലങ്ങ് പറയും, പാസ്റ്ററെ അനുഭവിച്ചു തീർത്തോളാം. അനുഭവിക്കാനായിട്ട് എന്നെ ദൈവം അഭിഷേകം ചെയ്യുക. അതേത് പുസ്തകത്താ? സാത്താന്റെ പുസ്തകം 63-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ പഠിപ്പിച്ച പുസ്തകത്തിലില്ല, നിങ്ങൾ വിട്ടുന്നില്ലല്ലോ. കൊച്ചിന്റെ കാര്യം ഞാനങ്ങ് അനുഭവിച്ചു തീർക്കുക. ബ്രദറെ, നീ ചുമ്മാ അത് ആവശ്യമില്ലാതെ പഞ്ചായത്തിൽ കിടക്കുന്നതല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരുടെയും കുഴപ്പമല്ല. ശ്രദ്ധിക്കണം, ദൈവം ബൈബിൾ പറയും, നിന്റെ ഭാരം അങ്ങോട്ട് ഇട്ടേച്ച് നീ ഫ്രീ ആയി നടക്കാനാ. ഈ വേദോത്സവത്തിലെ ഏറ്റവും വലിയ വാക്യം കേൾക്കണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം, അവൻ നിനക്കായി കരുതുന്നവനാകയാൽ. ബാക്കി പറയാമോ? നിന്റെ സകല ചിന്തയുടെ ആകുലതയും അവന്റെ മേലിടണം. ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് തൊട്ടച്ച് പറ, ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ദൈവം നിനക്ക് വേണ്ടി. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ദൈവം നിനക്ക് വേണ്ടി കരുതും. ദൈവം നിന്റെ സന്തതിക്ക് വേണ്ടി കരുതും. എന്റെ ആവശ്യമല്ല സണ്ണി പാസ്റ്റർ ആവശ്യം ആണോ? അന്നേ ആ ആവശ്യം ഇങ്ങോട്ട് വന്നേ, ഈ ആവശ്യം അങ്ങോട്ട് വന്നേക്കാം. എന്റെ ആവശ്യമാണോ ജയൻ പാസ്റ്റർ ആവശ്യം? എന്റെ ആവശ്യമാണോ ബി അബ്രഹാം പാസ്റ്റർ? അല്ല. ഓക്കെ, ഹാഗറിനിപ്പോ ആവശ്യം ഒരു കണ്ടെയ്നറിലെ മട്ടൻ ബിരിയാണി അല്ല. അവിടെ ആവശ്യം തൊണ്ട നനയ്ക്കാൻ 14 വയസ്സുള്ള ബാലകന് കൊടുക്കാൻ ഒരു ഇത്തിരി വെള്ളം വേണം. ഗ്ലോറി. അബ്രഹാമേ, നിന്റെ ആവശ്യം എന്തുവാ? എനിക്ക് സ്വർണവും വെള്ളിയും വേണ്ട, എനിക്കിപ്പം എൻ്റെ കുഞ്ഞിനെ വിടുവിക്കാൻ ആ യാഗത്തിലൊരു ആടിനെ വേണം. ഗ്ലോറി ടു ഗോഡ്. ഇസ്രായേൽ, നിന്റെ ആവശ്യം എന്താ? ഞങ്ങൾക്ക് പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തേലും തിന്നാൻ വേണം.
സാരാപത്തെ വിലവേറിയ ഒരു നിന്റെ ആവശ്യം എന്തുവാ? നാട് മുഴുവൻ ക്ഷാമത്തില, എൻ്റെ വീട്ടിലൊരു സമൃദ്ധി വേണം. ബൈബിളിൽ നമ്മൾ പഠിക്കുക, അവനവന്റെ ആവശ്യം അറിഞ്ഞ് അവനവന് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിനക്ക് 1 രൂപയുടെ ആവശ്യമായാലും 1 കോടിയുടെ ആവശ്യമായാലും എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. നിനക്ക് രോഗസൗഖ്യം ആവശ്യമാണ്, ദൈവം കരുതിയിട്ടുണ്ട്. എത്ര പേർ അതിന് ആമീൻ പറയും? എന്നും രാവിലെ എഴുന്നേറ്റ് പറയണം, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എത്ര പേർ അതിന് ആമീൻ പറയും? ഒന്ന് തൊട്ടേച്ച് പറ, ദൈവം കരുതിയിട്ടുണ്ടെന്ന് പറ. അത് കരഞ്ഞോണ്ടാവാ, ദൈവം കരുതിയിട്ടുണ്ട് കേട്ടോ. അത് കേട്ടാൽ തന്നെ ദൈവം പറയടാ, ഇവനോട് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെറുതെ ആയി പോയല്ലോ. ഒന്ന് ചിരിച്ചോണ്ട് പറ, ദൈവം കരുതിയിട്ടുണ്ട്. കൈക്കൊന്നും ആരോഗ്യമില്ലല്ലോ, ചിലൊക്കെ ഇങ്ങനെ കൈ തരുന്നുണ്ട്. കൈയൊക്കെ തന്നെ അങ്ങോട്ട് കൊടുത്ത് പിടിച്ച് ഒരു കുലിക്കൊക്കെ കുലിക്കുക, ഷോൾഡർ പെയിൻ വരെ പോണം. ഉണ്ട്, മനസ്സിലായില്ലയോ? അതെ, അങ്ങനെയല്ല. നമ്മളാരും എപ്പിലെപ്സി ഉള്ളവരല്ല. അല്ല, പിന്നെ ഗുളിക കഴിക്കുന്നുണ്ടോ ഇങ്ങനെ കൈ? അല്ല, നല്ല ആരോഗ്യം. നമ്മുടെ കൈ ഒന്ന് കൊടുത്തേച്ച് പറ, ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിന്റെ ചെറിയ ആവശ്യം വലിയ ആവശ്യം ആര് കരുതും? എത്ര പേര് അതിന് ആമീൻ പറയും? എനിക്ക് ദൈവാത്മാ പറയാ, ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഞാൻ നിന്നെ, ഒന്ന് പറഞ്ഞ, ഞാൻ നിന്നെ. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ ഈ ഭാരമെല്ലാം കൂടെ നെഞ്ചത്ത് കെട്ടിയോണ്ട് യോഗത്തിന് വന്ന ഒരാളോട് കർത്താവ് പറയാം, എൻ്റെ പൊന്നു മോനെ അധികം നാടാ, ഞാൻ എടുത്തോളാം അവിടെ, നീ ഫ്രീ ആയിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് വന്ന് കഴിക്ക്. ഹോട്ടലിൽ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒരു വടയൊക്കെ കഴിച്ചേച്ച് ചിരിച്ചോണ്ട് പോടാ. നാട്ടുകാർ ചോദിക്കും, എന്നാ പറ്റി? ഒന്നുമില്ല, കർത്താവൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിന്റെ അകത്തൊരു വാക്യം കയറ്റാനായി പ്രസംഗം. നിന്റെ അകത്തൊരു വചനം കയറി നീ രക്ഷപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? എങ്ങനെ ആശ്വസിപ്പിക്കുന്നേ? സ്തോത്രം. ബൈബിളിലെ വാക്യത്തിലൂടെ നമുക്ക് പെട്ടെന്ന് വരാം. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കണം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 13-ാം വാക്യം. പെട്ടെന്ന് നിർത്താമേ. ഹല്ലേലൂയ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ. എങ്ങനെയാ? അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പിന്നെ ഞാൻ സൂപ്പർ ഫാസ്റ്റ് പോലെ നിങ്ങൾ എന്നോട് ഒരു വാക്യം കാണാതെ പറയാൻ പോവാ. 21-ാം സങ്കീർത്തനത്തിലെ വാക്യ. അപ്പൊ അത് നോക്കട്ടല്ലോ. കൂരിരുൾ താഴ്വരെ കൂടെ നടന്നാലും എന്ന് പറ, ഞാനൊരു അനർത്ഥവും. അടുത്ത പറ, നീ എന്നോട്. അടുത്ത പറ, നിന്റെ വടിയും കോലും. അതെന്തുവാ? നിന്റെ വടിയും കോലും. 23-ാം സങ്കീർത്തനത്തിന്റെ അവതരണം, യേശുക്രിസ്തു എന്ന ഇടയൻ എനിക്കുണ്ട്. ഒരു ഇടയനെ സംബന്ധിച്ച് ഒരു ഹിംസ്വര ജീവി വന്നാൽ ഇടയന്റെ കയ്യിൽ വടിയുമുണ്ട് കോലുമുണ്ട്. വടി എന്തിനാന്നറിയോ? എന്തിനാ? ഹിംസ്വര ജീവിയോട് ഫൈറ്റ് ചെയ്യാനാ വടി. കോൽ എന്തിനാന്നറിയോ? പറയാം. ഈ ആടിന് കാല് നിലത്ത് കുത്തി കൈ പ്രസംഗവിടത്തെ പിടിച്ചാൽ ഈ റേഞ്ച് വരെ മാത്രമേ ആടിന് പച്ചല തിന്നാൻ അനുവാദം. ഇതിന്റെ മേളിൽ നിന്ന് എന്തെങ്കിലും വേണേ, ഇടയന്റെ കോല് ഇടയൻ നീട്ടി മുകളിൽ നിൽക്കുന്ന ശിഖരത്തിന് പിടിയിടും. ഒരാമയും വരുന്നില്ല. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. നിന്റെ കുടുംബത്തിൽ ആരും അനുഭവിക്കാത്തത്, അർഹിക്കാത്ത ചിലത് നിനക്ക് അനുഭവിക്കാൻ. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. നിന്റെ വീട്ടിൽ ആരും അനുഭവിക്കാൻ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അർഹിക്കാത്ത ചില നന്മകൾ വരാൻ പോവുക. അർഹിക്കാത്ത ചില അനുഗ്രഹങ്ങള്. ആ ഇടയനാൽ നീ ആശ്വാസം പ്രാപിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിന്റെ വീട്ടിൽ ആർക്കും ഇല്ലാത്ത ചിലത് നിനക്ക് ചായച്ചു തരും.
നിനക്ക് ആർക്കുമില്ലാത്ത ബന്ധങ്ങൾ, ആർക്കുമില്ലാത്ത കണക്ഷന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. ലാഥ സദാന. ഈ ആരാധന തീരുന്നതിന് മുമ്പ് ആരാധിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുക, അർഹിക്കാത്ത ചിലത്. Glory to God. Glory to God. ഈ ചില സമയത്തൊക്കെ അർഹിക്കാത്ത അനുഗ്രഹങ്ങളൊക്കെ കർത്താവ് തരുമ്പോഴേ അറിയാതെ നമ്മൾ അങ്ങ് പാടിപ്പോ. അറിയാതെ ആരും കാണാതെ വണ്ടിക്കകത്തോട് കയറി വെച്ച് ഒറ്റ കരച്ചിലങ്ങ് കരയും. കാരണം നമുക്ക് നമ്മുടെ റേഞ്ച് അറിയാം. പക്ഷെ അതിനപ്പുറത്ത് എന്തോ കാര്യം, ഞാൻ ദൂത് പറയാം, നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ കാര്യം നിനക്ക് വേണ്ടി ഇടയൻ ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തില് ഇത് അരാജകത്വത്തിന്റെ വർഷമല്ല, ദാരിദ്ര്യത്തിന്റെ വർഷമല്ല, പരാജയത്തിന്റെ വർഷമല്ല. ഞാനിവിടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില വീടിനകത്ത് നിന്റെ നന്മയെ അപകരിച്ച ചില പറവോന്മാര്, നിന്റെ അനുഗ്രഹത്തെ നശിപ്പിച്ച ചില മിഥ്യാന്യ ശക്തി. ഇന്ന് നീ തിരിച്ചു വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ബിസിനസ്സിനകത്ത്, ഈയോബേ നിന്റെ ഫാം ഹൗസിനകത്ത് ഒരു വിടുതൽ നടക്കാൻ പോവുക. ഈയോബേ നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഒരു എന്നോട് ദൈവം പറയാ, തടുക്കുന്ന കരങ്ങൾ മാറിപ്പോകുകയാ, തടയുന്ന കൈകൾ മാറിപ്പോകുന്നു, തടയുന്ന ഭുജങ്ങള്, അത് പാരമ്പര്യ ശാപമാകട്ടെ, പൈശാചിക ബന്ധനമാകട്ടെ, മന്ത്രവാദങ്ങളാകട്ടെ. കണ്ടോ ചിലരുടെ മേൽ അസാധാരണ അഭിഷേകം. അവർക്കറിയാം ഇന്ന് മുഖം പൊട്ടിയേ പറ്റൂ, ഇന്ന് ബന്ധനം അഴിഞ്ഞേ. കണ്ടോ, ആരാധന നിർത്താൻ വയ്യാത്ത പോലെ ചിലരുടെ മേൽ യെസ് ചിലരെ കുരുക്കഴിയുക. നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ നന്മയെ നശിപ്പിച്ച ചില ദുഷ്ട മന്ത്രങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ദേഹത്ത് ദുരാത്മ ശക്തികളുണ്ട്. അതാണ് നിന്നെ നശിപ്പിച്ചേക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയില് ആ ദുരാത്മ ശക്തി ശരീരത്തിൽ നിന്ന് കെട്ടഴിഞ്ഞേ പറ്റൂ, കെട്ട് പൊട്ടിയേ പറ്റൂ. 1-2 മിനിറ്റുകൾ ആരാധന ഉയരട്ടെ. എനിക്കറിയാം നിന്റെ നന്മയെ ബന്ധിച്ചത് എവിടാണോ. യേശുവിന്റെ നാമത്തിൽ ഫറവോനെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല, മിദ്യാനെ തടയാൻ പറ്റത്തില്ല. ഈ ജനം റിലീസ്. 1-2 മിനിറ്റുകൾ വിടുതലിലേക്ക് വരട്ടെ. നിനക്കൊരു വഴി തെളിയാൻ പോവുക. ചെങ്കടൽ പകുത്ത പോലെ, യോർദാൻ പകുത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ നിനക്ക് നടക്കേണ്ട വഴിയെ ദൈവം പകുക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തില് ചില ശരീരത്തിൽ നിന്ന് സർപ്പങ്ങൾ അഴിയുന്നത് പോലെ, ചില ശരീരത്തിൽ നിന്ന്, ചിലരുടെ മനസ്സിൽ നിന്ന് നിന്റെ മൈൻഡിനെ ചുറ്റിക്കിടപ്പുന്ന ആ സർപ്പദേവതയുടെ ശക്തി അഴിഞ്ഞേ പറ്റൂ. യെസ്, ചിലത് വെളിപ്പെടുവിപ്പോ ഇവിടെ ദൈവദാസന്മാരെ ഇറങ്ങി നടന്ന് ചിലത് വെളിപ്പെടുന്നു, ചിലത് ദൈവദാസന്മാരെ ഇറങ്ങി നടന്ന് ചില ദുഷ്ടശക്തികൾ പുറത്തു പോകട്ടെ. ആ ശക്തി അവളെ വിട്ട് എവിടൊക്കെയോ ഇനി 3 പേരുടെ ദേഹത്തൂടെ ആ ശക്തി അഴിഞ്ഞു പോകാനുണ്ട്. മന്ത്രം ചെയ്ത് കയറ്റിയ ദുരാത്മാവ്
ശുശ്രൂഷ നടക്കുക. ഇവിടെ നീ സ്തോത്രം ചെയ്യുമ്പോൾ വിദൂരതകളിൽ ചിലത് വിടുതൽ വിടുതൽ അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുന്നു. ദുഷ്ടശക്തി ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവി ഇല്ല ഇല്ല. ഹോളി സ്പിരിറ്റ് എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെട്ട ഒരു കാര്യം പറയാം. നിന്റെ വീടിന്റെ ചരിത്രം മാറാൻ പോവുക. നിന്റെ ഫാമിലി ലൈഫിന്റെ അവസ്ഥ മാറാൻ പോവുക. ഇന്ന് ചിലത് റിലീസാകുമ്പോൾ ചില ശരീരങ്ങൾ വരെ വിടിവിക്കപ്പെടും. ഞാൻ രോഗസൗഖ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. എനിക്ക് രോഗമുണ്ട്, സൗഖ്യം വേണമെന്ന് പറയുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. എന്തോ രോഗമാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇനി നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടോട്ട് നിങ്ങളുടെ വലത് കൈ വെക്കണം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ഈ മിനിറ്റിൽ തന്നെ നിങ്ങളെ കൈവെക്കുന്ന ഭാഗത്ത് ഗ്ലോറി, അതൊരു പക്ഷെ മൊഴയായിരിക്കാം, ചെവിയുടെ കേൾവി ശക്തി ആയിരിക്കാം, ബാക്ക് പെയിൻ ആയിരിക്കാം, ചെസ്റ്റ് പെയിൻ ആയിരിക്കാം. ഗ്ലോറി, ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് രോഗസൗഖ്യം പ്രാപിച്ചിട്ട് ഇറങ്ങാൻ പോവുക. 2-3 മിനിറ്റ് പ്രാർത്ഥിക്കണം. ശുശ്രൂഷ നടക്കാൻ പോവാ. നീ പ്രാർത്ഥിച്ചോ മോനെ, നിനക്ക് സൗഖ്യം നടക്കുക യേശുവിന്റെ നാമത്തില്. റബ്ബന ഹഡബദി ബിഗുഡമനബ, ദൈവത്തിന്റെ കൈ സ്പർശിക്കുക. ആമി പ്രാർത്ഥിച്ചോ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ യേശുവിന്റെ നാമത്തില്. ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും കിട്ടാത്ത ഡെലിവറൻസ് ഇന്നത്തെ പ്രാർത്ഥന നിനക്ക് ലഭിക്കാൻ പോവാ. എഴുന്നേപ്പിച്ച് നിർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഓ സൗഖ്യമാകട്ടെ. യെസ്, ലൈവിൽ കൂടെ കാണുന്നവരും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏത് രോഗമായാലും നീ ഇന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ശരീരത്തിൽ നിനക്ക് ഫീൽ ആകും ആ രോഗം ദൈവം എടുത്തു. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, 10,000ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങേക്കു തുല്യനായി അങ്ങേക്കു തുല്യനായി. ചില ശരീരത്തിൽ ഒടിഞ്ഞമരുന്ന ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നു. ചില ശരീരത്തിൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം ഇനിയും സാത്താൻ നിന്നെ ദണ്ഡിപ്പിക്കാൻ ദൈവം Receive in the name of Jesus.
കൈ അവിടെ നിന്ന് എടുക്കരുത്. എവിടാണോ നിനക്ക് രോഗസൗഖ്യം അവിടെ നിന്റെ കരം, സിസ്റ്ററെ, നിന്നെ ദൈവം തൊടുക. അമ്മ മുമ്പോട്ട് വന്നാട്ടെ, നീ സൗഖ്യമാകുക. ആ കറുത്ത ഷർട്ടിന്റെ ബ്രദറും അപ്പുറത്തേക്ക് മോനെ മുന്നോട്ട് വന്നാട്ടെ, ബ്രദറും വന്നാട്ടെ, യേശുവിന്റെ നാമത്തിൽ നീ മുന്നോട്ട് വന്നാട്ടെ. ദൈവം നിനക്കൊരു വിടുതൽ തരുക യേശുവിന്റെ നാമത്തിൽ. അച്ഛാ, ആന്റി മുമ്പോട്ട് വാ, ആന്റി മുമ്പോട്ട് വാ. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ, ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ ദൈവം എന്നോട് കാഴ്ച കാണിച്ചു. ഈ കൈ എന്റെ കയ്യിലും തന്നെ. എത്ര നാളായ കൈക്ക് പ്രശ്നം തുടങ്ങിയിട്ട്? 2 വർഷത്തോളം. അത് പൊക്കാനാണോ പ്രശ്നം, അതോ വേദനയാണോ? വേദനയാണ്. അതുകൊണ്ട് പൊക്കുമ്പോഴും വേദനയാണ്. വേദനയില്ല, പക്ഷേ ഭയങ്കര വേദന. ഇന്ന് സൗഖ്യമാകെ കർത്താവ്. ഒന്ന് ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? കർത്താവേ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഞാൻ ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും വിശ്വസിക്കാം, എല്ലാവരെയും മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാം. അവളെ നിന്റെ വയറിനകത്ത് ഒരു സൗഖ്യം നടക്കുന്ന കണ്ടോണ്ടാണ്. എന്താ ബുദ്ധിമുട്ട് വയറിനകത്ത്? എത്ര നാളായിട്ട്? വർഷങ്ങളായി. ഇപ്പോ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ആ വേദന സ്റ്റാർട്ടാവും. ശരിയല്ലേ? രാത്രി ഉറങ്ങുമ്പോൾ അർദ്ധരാത്രി 2 മണി 3 മണി ആകുമ്പോൾ ഈ വേദന കൊണ്ട് ഉണരും. ഇന്ന് ആ രോഗാത്മാവിനെ ചെവിക്കെന്തോ പ്രശ്നം, ചെവിക്കെന്തോ പ്രശ്നം. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്നാൽ ഇന്ന് കർത്താവ് ആ ചെവിയെ തൊട്ട്. ഈ സമയം എനിക്ക് കാണാൻ ശരീരത്തിൽ മുഴകളുള്ളവര്, മോളെ നീ പ്രാർത്ഥിച്ചു, നിന്റെ കർത്താവ് വന്ന് ഇങ്ങനെ നിന്നെ കയ്യെ പൊത്തിപ്പിടിക്കുക. നിന്റെ ചെവിയുടെ വലതുഭാഗത്തുനിന്ന് താഴോട്ട് മാറി ഒരു സൗഖ്യം നടക്കുക. അവിടെ ഒരു ബുദ്ധിമുട്ടില്ല നിനക്ക്, ഇല്ലേ? തൊടുമ്പം ഇങ്ങനൊരു സാധനം ഇല്ലേ? യേശുവിന്റെ നാമത്തിൽ. എത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. ഇപ്പൊ നോക്കിയ സാധനം അവിടെ ഉണ്ടോ നോക്കി, കണ്ണു തുറക്ക്, എന്നെ നോക്ക. ഇപ്പൊ ഉണ്ടോ അവിടെ? ഇല്ല. ഞാൻ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? എനിക്ക് അവിടെ സൗഖ്യം നടക്കുന്നേ അറിയാം യേശുവിന്റെ നാമത്തില്. എത്ര ശതമാനം? 95% കേൾവിയില്ല, 5% ഉള്ളൂ. അങ്ങനെ ജീവിക്കണോ? നല്ല 100% കേൾവിയോടെ ജീവിക്കണ്ടേ? ഞാൻ പ്രാർത്ഥിക്കാൻ പോകും യേശുവിന്റെ നാമത്തില്. 95% ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട ഈ മകന്റെ ചെവി യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. 2 ചെവിയും പോയോ അതോ ഒരു ചെവിക്കേ ഉള്ളൂ? ഈ ഒരു ചെവി. മറ്റേ ചെവി അടച്ചു പിടിച്ച്. എന്നെ നോക്കി. പേരെന്തുവാ? എന്റെ പേരെന്തുവാ? എവിടാ വീട്? ഇത് അടച്ചു പിടിക്കണം. എവിടാ വീട്? ആഞ്ഞിലിത്താൻ. എത്ര വയസ്സുണ്ട്? ഇതുകൊണ്ട് തന്നെയല്ലേ കേട്ടെ? അതല്ലേ 95% പോയാന്ന് പറഞ്ഞേ? അല്ലേ? ഇതല്ലേ 95% കേൾവി പോയതാന്ന് പറഞ്ഞേ? അല്ലേ? ഞാൻ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്നറിയോ? ഞാനൊന്നും ഈ പുള്ളിയെ ചെയ്തിട്ടില്ല. കർത്താവ് ചെയ്ത കാര്യം പുള്ളിയോട് പറയുക. ഞാൻ ഒരു എത്ര ആളായി തുടങ്ങിയിട്ട്? ശ്വാസം മുട്ടുന്നുണ്ടോ? എത്ര വർഷമായിട്ട് പിന്നെ ശ്വാസം മുട്ടണം? ജനിച്ചപ്പോ മാത്രം. ഇന്ന് സൗഖ്യമാവുന്ന വിശ്വാസമുണ്ട്. ഞാന് ഇവനെ ഇങ്ങോട്ട് വിളിക്കാൻ കാരണം ഇവന്റെ നെഞ്ചത്ത് നമ്മൾ ഈ ഹോട്ട് വാട്ടർ ബാഗ് വെക്കുന്ന പോലെ ഇവന്റെ നെഞ്ചത്തിന്റെ റെഡ് വാട്ടർ ബാഗ് ഇരിക്കുന്നതാണ്. ഒരു ദൈവദൂതം വന്ന് അത് അവന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന കണ്ടോണ്ടാണ് ഇവനെ വിളിച്ചത്. ഞാൻ വിഷൻ കണ്ടിട്ടായി വിളിക്കുന്ന മുഴുവൻ. യേശുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തില് ഇവന്റെ ചെറുപ്രായം ജനിച്ചപ്പം മുതലുള്ള ശ്വാസം മുട്ടലും വലിവും ഇവന്റെ നെഞ്ചി ചുമയും യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. മോളെ, നിന്നെ ഞാൻ വിളിക്കാൻ കാരണം എന്നാന്നറിയാം? നിന്റെ തലേന്നൊരു പക്ഷി പറന്നു പോകുന്ന കണ്ടോണ്ടാണ്.
ഞാൻ വിളിച്ചത്. കാരണം നിനക്ക് ഇവിടുന്ന് ഒരു വേദന ആരംഭിച്ചാൽ അത് ഇവിടെ വരെ വരും. അതല്ലേ ബുദ്ധിമുട്ട്. ഇന്ന് അതിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടുക. ആ മുഴുവൻ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. രോഗമുള്ളവരെല്ലാം കൈവച്ചാണ്. സമയം പോയതുകൊണ്ട് ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. ഇവരെ ദൈവത്തിന്റെ കൈ നീട്ടണം. ഈ നിമിഷം തന്നെ ഇവരെ സൗഖ്യമാക്കണം. വെള്ളിയും പൊന്നും എനിക്കില്ല. ലൈവിലൂടെ കാണുന്നവർ, ഇവിടെ ശുശ്രൂഷ കാണുന്നവർ, അവരിൽ ചെയ്ത വലിയ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ.